ശരി, മുഹമ്മദ് ഷമാസ്, ഇപ്പോൾ നേരത്തെ SFI പ്രതിനിധി മുഹമ്മദ് സാദിഖ് പറഞ്ഞതിന് താങ്കൾക്ക് മറുപടി നൽകാം. ഇത് UDFിന്റെ കാലത്തും കണക്കുകളുണ്ട്. ഇത്തവണ ആ കണക്ക് അല്പം ഉയർന്നിട്ടുണ്ടാകാം, ഓരോ വർഷം ആ രൂപത്തിൽ മാറുമായിരിക്കും. അപ്പോൾ അന്നൊന്നും കാണാത്ത സമരത്തിലേക്ക് നിങ്ങളിപ്പോൾ കടക്കുന്നത് കൃത്യമായ രാഷ്ട്രീയം മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്മൃതി, കൃത്യമായി ഈ വിഷയത്തിലൊക്കെ മറുപടി ഉണ്ട്. അതിനു മുമ്പ് നമ്മൾ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചും ആരോഗ്യ മേഖലയെ സംബന്ധിച്ചും ഒക്കെ വലിയ അഭിമാനം കൊള്ളുന്ന ആളുകളാണ് കേരളത്തിലുള്ള ആളുകൾ. അതിപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ അതിനെ സംബന്ധിച്ച് മേന്നടിക്കുന്ന ആളുകളുമാണ്. ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടുത്തെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന യോഗ്യതയായി പല വിഷയത്തിലും ഡിഗ്രി കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ +1നും +2നും പഠനം പൂർത്തീകരിക്കാൻ കഴിയാതെ +1 സീറ്റില്ലാതെ ഒക്കെ ദയനീയമായൊരു സാഹചര്യം ചർച്ച ചെയ്യുന്ന ഒരു നിലയിലുള്ളത്. ആ ഗൗരവമായ സാഹചര്യം നിലനിൽക്കുന്നു ഇപ്പോഴും. പിന്നെ SFIയുടെ പ്രതിനിധി പറഞ്ഞ വിഷയം, ഇവിടെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സമാനമായ സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറേ കണക്കൊക്കെ നിരത്തി. ഇങ്ങനെ ഒരു സമരം ചെയ്യാൻ പോയിട്ട് SFIയെ സംബന്ധിച്ച് ഒരു പ്രസ്താവന ഇറക്കേണ്ട സാഹചര്യം പോലും അന്നുണ്ടായിട്ടില്ല. കാരണം ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കണക്കിൽ നിന്ന് വ്യക്തമാണ്. ചുരുക്കം ചില 10,000, 12,000 അങ്ങനെ ഓരോ വർഷത്തെയും കണക്ക് അദ്ദേഹം എണ്ണി പറഞ്ഞ് നന്നായി. കേവലം ഒരു മാർജിനൽ ഇൻക്രീസിലൂടെ 5-10% സീറ്റുകൾ വർദ്ധിപ്പിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമായിരുന്നു അന്ന്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഈ പറഞ്ഞ 20% സീറ്റ് വർധനയും അതിന് പുറമെ എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് 10% ആവശ്യപ്പെട്ടാൽ അതും, അതിന് പുറമെ നേരത്തെ 2022ലും 2023ലും ഒക്കെ അധികമായി അനുവദിച്ച താൽക്കാലിക ബാച്ചുകളെല്ലാം നിലനിർത്തിക്കൊണ്ട് നിൽക്കെ തന്നെ 41,000-ലധികം വിദ്യാർത്ഥികൾ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നത്. അപ്പോഴാണ് തുടക്കം മുതൽ തന്നെ അത് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത്. സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. ഇവിടെ കൊടിയും വടിയെടുത്ത് രംഗത്തിറങ്ങുന്നൊക്കെ പറഞ്ഞ് ഒരു സമരത്തെയും അതിന്റെ പ്രതിഷേധത്തെയും പരിഹസിച്ചല്ലോ. ഒരു വിദ്യാർത്ഥി സംഘടന നേതാവിന്റെ ഭാഗത്താണ് ഉണ്ടായത്. ഇവിടെ കൊടിയും വടിയും എടുത്ത് ഈ പറഞ്ഞ ഏതൊക്കെ രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തണോ അങ്ങനെയൊക്കെ നടത്തി സർക്കാരുകൾക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തി വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ഉയർത്തി തന്നെയാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൽ കൂടെ തന്നെയാണ് ഇന്ന് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പല അവകാശങ്ങളും എല്ലാം നേടിയെടുത്തിട്ടുമുള്ളത്. അതുകൊണ്ട് ഇതേതെങ്കിലും തരത്തിൽ ഇല്ലാതാകുമ്പോൾ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടെ ഈ രാജ്യത്ത് കൊണ്ടുവന്ന പാർട്ടിയുടെയും സംഘടനയുടെയൊക്കെ ഭാഗമായി നിൽക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഇല്ലാതായി പോകുമ്പോൾ ഞങ്ങൾക്ക് പ്രയാസമുണ്ടാവും, ഞങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാവും, ഞങ്ങൾക്ക് സമരം ഉണ്ടാവും. പിന്നെ സമരം ചെയ്യുന്നതിനെ കുറിച്ചും സമരത്തിന്റെ രീതിയെക്കുറിച്ചും ഒക്കെ പരിഹസിക്കുന്നത് കിട്ടും. ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ സമരം തുടങ്ങിയോ? ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങളുടെ പ്രതിഷേധം തുടക്കത്തിൽ മന്ത്രിയെ ഉൾപ്പെടെ നേരിട്ട് കണ്ടറിയിച്ചു. KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ സംഘടനയുടെ നേതാക്കളെല്ലാം മന്ത്രിയെ നേരിൽ കണ്ടതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി. കണക്കുകൾ സഹിതം മന്ത്രിയെ ബോധ്യപ്പെടുത്തുന്നു. തുടർന്ന് അങ്ങോട്ട് 1, 2, 3 അലോട്ട്മെന്റുകൾ പിന്നിട്ടപ്പോഴാണ് സമരം ഘടിപ്പിച്ചത്. നിങ്ങൾ ഉൾപ്പെടെ ഈ സമരങ്ങൾ റിപ്പോർട്ട് ചെയ്താണല്ലോ. സ്മൃതിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ, ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ KSUവിന്റെ സമരങ്ങൾ, വിവിധ ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ വളരെ കൃത്യമായി അറിയുന്നതാണല്ലോ. എല്ലാ തരത്തിലും അതിനൊരു തരത്തിലും ഈ സർക്കാരിന്റെ ഭാഗത്ത് അനുകൂലമായ സമീപനം ഇല്ല എന്ന് ബോധ്യപ്പെട്ട ഘട്ടത്തിലാണ് ശക്തമായ പ്രതിഷേധങ്ങളിൽ KSU കടന്നത്. ഇനി ഇവിടം കൊണ്ട് അവസാനിക്കില്ല. ഇതേ നിലപാടാണ്, വിദ്യാർത്ഥി വിരുദ്ധ നിലപാടാണ് ഈ ഗവൺമെന്റും മന്ത്രിയും സ്വീകരിച്ചു മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ പറയപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി വഴിയിലിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഞങ്ങൾ സമരം വ്യാപിപ്പിക്കും, സമരം ശക്തിപ്പെടുത്തും. ഈ നാട്ടിലെ രക്ഷിതാക്കളുടെ ആശങ്ക അത് ഞങ്ങളുടെ ആശങ്കയാണ്. ഈ വിദ്യാർത്ഥികളുടെ പ്രയാസം അത് ഞങ്ങൾ KSU ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ പ്രയാസമാണ്. അവർ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് എല്ലാ യാതനകളും സഹിച്ച് തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഒരു കുറവും ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്ന് അന്നത്തെ ഉപജീവനത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ അതിൽ നിന്ന് നീക്കിരിപ്പ് കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി തങ്ങളുടെ മക്കളുടെ പഠനത്തിനും തുടർ പഠനത്തിനും വേണ്ടി പരിശ്രമിക്കുന്ന രക്ഷിതാക്കളുടെ കണ്ണീരിന്റെ വിലയുണ്ട്. ആ കണ്ണീര് കാണാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതെന്ത് ധിക്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയും സമരങ്ങളെയും വിദ്യാർത്ഥി സംഘടനകളെയും ഇവർ പരിഹസിച്ചാലും ഇവരിങ്ങനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ക്യാപ്സ്യൂളുകൾ കൊണ്ട്, കണക്കുകൾ കൊണ്ട് നിരത്തിയാലും അതൊന്നും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയില്ല. എന്തൊക്കെ തന്നെ പ്രതിസന്ധികൾ ഉണ്ടായാലും ഈ പോരാട്ടത്തിനകത്ത് ആത്യന്തികമായ വിജയം കാണുന്നത് കൃത്യമായ ബാച്ചുകൾ അനുവദിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റുകൾ കൊണ്ട് കഴിയില്ല. ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങൾ ഇതിന്റെ പിന്നാമ്പുറത്തുണ്ട്. അതെല്ലാം പരിഹരിക്കുന്നതിനപ്പുറത്തേക്ക് ആധികാരികമായ പെർമനന്റ് സൊല്യൂഷനാണ് ഇതിനകത്ത് വേണ്ടത്. കൃത്യമായ ബാച്ചുകൾ വേണം. വിദ്യാർത്ഥികൾക്ക് ഏറെ ദൂരം യാത്ര ചെയ്ത് പഠിക്കാൻ പറ്റുന്ന, ഇവിടെ ഫസൽ ഗഫൂർ ഉൾപ്പെടെയുള്ള ആളുകൾ സൂചിപ്പിച്ചു, യാത്രാ പ്രശ്നങ്ങൾ ഇതിനപ്പുറത്തേക്ക് വരും. ഈ പറഞ്ഞ സീറ്റുകൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് അലോട്ട്മെന്റ് കിട്ടുമ്പോൾ അവിടെ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള പ്രയാസങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സമരവുമായി ബന്ധപ്പെട്ട് വരും. വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുക്കാൻ കഴിയില്ലെന്ന് പറയും. ഇങ്ങനെ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.